ഈ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ്ങിന്റെ കാര്യം വരുമ്പോൾ ചില പാരൻസും കുട്ടികളും പുറകോട്ട് വലിയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ലാംഗ്വേജ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള ധാരണയാണ്. ലാംഗ്വേജ് പഠിക്കാൻ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ലാംഗ്വേജ് നിങ്ങളുടെ കൈക്കുമ്പിളിലാവും. ഒരു 30 മിനിറ്റ്സ് ഡെയിലി സ്പെൻഡ് ചെയ്യുക. പോഡ്കാസ്റ്റ് കേൾക്കാം, മൂവീസ് കാണാം, അതല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ആർട്ടിക്കിൾസ് വായിക്കാം. ഉറപ്പായിട്ടും അത് ഒരുപാട് ഡിഫറൻസ് നിങ്ങളുടെ ലാംഗ്വേജിൽ വരുത്തും. പിന്നെ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ബൈ ഹാർട്ടിങ് പരിപാടിയില്ലേ, അത് വേണ്ടാന്ന് വെക്കണം. ഒരിക്കലും ഒരു ലാംഗ്വേജ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു സത്യമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പല കുട്ടികളോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ബൈ ഹാർട്ടഡ് ആണ്, ഇന്ന കാര്യങ്ങളെ പറയുള്ളൂ. അപ്പൊ നമ്മൾ പറയുകയാണ് നിങ്ങൾ ഇന്ന കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്ത് പറയാൻ പറഞ്ഞാലുണ്ടല്ലോ, അപ്പൊ അവർ തപ്പാൻ തുടങ്ങും. കാരണം അവർ ബൈ ഹാർട്ട് ചെയ്തേക്കുന്നതിന്റെ അപ്പുറം അവർക്കൊന്നും പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ഈ ബൈ ഹാർട്ടിങ് പരിപാടി നിങ്ങൾ ആദ്യമേ വേണ്ടാന്ന് വെക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ലാംഗ്വേജ് യൂസ് ചെയ്ത് തുടങ്ങുക. എക്സ്പേർട്ട് ആയിട്ടേ യൂസ് ചെയ്യുള്ളൂ എന്നുള്ള വാശി അങ്ങ് മാറ്റിവെക്കുക. എന്നിട്ടോ നിങ്ങൾ പഠിക്കാൻ തുടങ്ങി 1-2 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ഈ ലാംഗ്വേജ് യൂസ് ചെയ്ത് തുടങ്ങുക. തെറ്റുകൾ പറ്റിക്കോട്ടെ, ട്രെയിനേഴ്സ് ഇല്ലേ അവിടെ, അവരത് കറക്റ്റ് ചെയ്ത് തന്നോളൂ. അപ്പോൾ ആ ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഉറപ്പായിട്ടും ആ ലാംഗ്വേജ് നിങ്ങൾക്ക് എക്സ്പേർട്ട് ആവാൻ സാധിക്കും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ജർമ്മനിയിൽ. ഈ ലാംഗ്വേജ് ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ അതൊന്നും വേണ്ടാന്ന് വെക്കരുത്.